ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് ഒരു പർച്ചേസും കൂടി ഞാൻ നടത്തിട്ടോ. അതും അമ്മ ഇല്ലാണ്ട് തന്നെയാണ്. ഓണം പ്ലസ് കല്യാണം പർച്ചേസുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. കസവ് ഡ്രസ്സിന്റെ കൂടെ ഇടാനായിട്ട് വാങ്ങിയ ട്രഡീഷണൽ മാലയാണ്. പക്ഷെ ഇപ്പൊ മറ്റവനിട്ട് നടക്കാൻ നിവൃത്തിയില്ല. സ്വർണ്ണം ഒരിക്കലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു കമ്മല് തന്നെ അതിന്റെ കൂടെ കിട്ടി. ആ ജിമിക്കിയുടെ പ്രത്യേകത കണ്ടോ? ഇനി പർച്ചേസ് ചെയ്യണ്ട, കാരണം ഒരു മാസത്തെ സാലറി ഇപ്പൊ പോയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗംഭീര കേമപ്പെട്ട വലിയ സ്റ്റൈലൊന്നും അല്ല. അന്നത്തെ കാലത്ത് ഒരു 45 വർഷം മുമ്പുള്ള വളയായിരുന്നു. ഇതെല്ലാം എൻ്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസാണ്. അപ്പൊ ഓണത്തിന് അമ്മ അറിയാതെ നടത്തിയ പർച്ചേസുകളുടെ ആ വീഡിയോ ഭയങ്കരമായിട്ട് ഹിറ്റായി പോയിട്ടോ. എല്ലാവർക്കും ഒരുപാട് ആ സെലക്ഷൻസ് ഇഷ്ടമായി എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് ഒരു പർച്ചേസും കൂടി ഞാൻ നടത്തിട്ടോ. അതും അമ്മ ഇല്ലാണ്ട് തന്നെയാണ്. അത് ഈ ഓണത്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ കല്യാണം കൂടെ വന്നോണ്ടാണ് നമുക്ക് ഇത്രയും പർച്ചേസുകൾ. നാളത്തേക്ക് ഇങ്ങനെ വരവ് ഈ ഭയങ്കര തിരക്കാ വന്നാമത്. അതെ, ഇവിടെ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ ഞങ്ങൾ വരുമ്പോ അതൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞു ചില ദിവസം ഞാൻ സ്കിപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ കാലത്തെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം ഓഫീസിൽ പോകണം പകൽ ടൈം. അപ്പൊ അതുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പൊ 2-3 സ്ഥലത്ത് ഇവിടെ തന്നെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി പറഞ്ഞോ. അതെന്തൊക്കെയാന്ന് നമുക്ക് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരണേ. ഞാനൊരു വീഡിയോ ചെയ്യാന്ന് ഓർത്തു, പക്ഷെ അതിനുള്ള സമയമില്ല. അപ്പൊ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവർക്കും കാണുകയും ചെയ്യാം. ഞാൻ ചെയ്യാന്ന് ഓർത്തിരുന്ന നടക്കുവോ ഇല്ല. ഇനി നടക്കൂല, സമയം തെറ്റി. ഇപ്പൊ തന്നെ 8:15 വൈകിട്ട്. വൈകുന്നേരം വന്ന് ചായ കൂടി കഴിഞ്ഞിരിക്കണതാവളെ. അതെ. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഓണം പ്ലസ് കല്യാണം പർച്ചേസുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. കല്യാണം അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള പർച്ചേസുകളാണ് നിങ്ങൾ ഇനി കാണാൻ പോണേ. ചുമപ്പ് കളറാണോ ഇത്? മെറൂൺ. അത് ഏതിന്റെ കൂടെ? കാശുമാല. ഇത് എന്തിനാന്നറിയോ? ഇത് ഫസ്റ്റ് ലുക്ക്. മനസ്സിലായി. ഫസ്റ്റ് ലുക്കായ കേരള കസവ് ഡ്രസ്സിന്റെ കൂടെ ഇടാനായിട്ട് വാങ്ങിയ ട്രഡീഷണൽ മാലയാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ ലോട്ടസ് ഭയങ്കര ഇൻട്രെൻഡ് ആണ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും ലോട്ടസാ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ട്രെൻഡിനനുസരിച്ച് ഇഷ്ടമാണ് ഇടുന്നത്, പക്ഷെ എനിക്ക് കുറച്ച് ട്രെൻഡിങ് പ്ലസ് യുണീക്ക് ആവാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ തപ്പി 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 നടന്ന് കിട്ടിയ ഒരു സാധനമാണ്. വളരെ യുണീക്ക് പീസാ. കാരണം കാശുമാലയുടെ നടുക്കൊരു പാലക്കയുണ്ട്, കണ്ടോ? ഞാൻ വില നോക്കിയതാ പറയാനായിട്ട്. കാശുമാലയുടെ നടുക്ക് പാലക്ക എവിടെയും ഞാൻ കണ്ടിട്ടില്ല. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പീസാണത്. അപ്പൊ എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ ട്രഡീഷണൽ എപ്പോഴും ട്രെൻഡിങ് ആണല്ലോ, ഒരിക്കലും മങ്ങാത്ത ഒരു സ്റ്റൈലാണ്. ഇത് മാലയുടെ മാത്രം റേറ്റ് ആണോ എഴുതിയേക്കണേ? 420 മാല വിത്ത് കമ്മല്. രണ്ടും കൂടെ ഉള്ള റേറ്റ്? അതെ അതെ അതെ. കമ്മല് മാല വലുതായതുകൊണ്ട് കമ്മല് ചെറുതാണ്. പക്ഷെ ഇറ്റ്സ് എ വെരി വെരി യുണീക്ക് പീസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടമായോ? നല്ലതാ. എനിക്ക് പിന്നെ ഇഷ്ടം മറ്റവനാണ്. പക്ഷെ ഇപ്പൊ മറ്റവനിട്ട് നടക്കാൻ നിവൃത്തിയില്ല. ഞാൻ പോലും കൊണ്ടുപോയി വെച്ചേക്കുമല്ലേ. അപ്പൊ ഈ സ്വർണവും സ്വർണമല്ലാത്തതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള ട്രഡീഷണൽ പാറ്റേൺസ് എപ്പോഴും നമ്മുടെ കൂടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സ്വർണ്ണം ഒരിക്കലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. അതെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനം ആകുമ്പോ നാളെ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ട്രഡീഷണലിന്റെ ബോക്സിങ് തുറന്നാൽ മതി, അതിലുണ്ടാവും. അതിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവും. പക്ഷെ മറ്റതിന്റെ കേസ് അങ്ങനെ നമുക്ക് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്തൊക്കെയാ ലോക്കറിൽ ഇരിക്കണേന്ന് പോലും ചിലപ്പോ ഓർമ്മയുണ്ടാവില്ല. അതെങ്ങനെയാന്നറിയുമോ? അത് നമ്മൾ എഴുതി വെക്കണം. എന്നെ സംബന്ധിച്ച് അതൊന്നും പോസിബിൾ അല്ല. അപ്പൊ ഇത് സൗകര്യം. അതെ, സൗകര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എവിടെ വേണേലും റഫായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, എവിടെ വേണേലും വെക്കാം. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഫസ്റ്റ് ലുക്ക് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഞാൻ കളറുള്ള മാല ഉദ്ദേശിച്ച, പിന്നെ ഞാൻ ഓർത്തു ഇത് വളരെ യുണീക്ക് പീസ് ആയതുകൊണ്ട് ഇത് നല്ലതായത്. അതെ. ഇനി അതിന്റെ ആ കുഞ്ഞു കവറിലുള്ളത് അതിനു വേണ്ടി ഞാൻ സെപ്പറേറ്റ് മേടിച്ച ഒരു മാലയാണ്. അത് കവറിലിട്ടോ. ആ കുഞ്ഞു കവറിൽ ഉള്ളതും അവിടെ നിന്ന് തന്നെ ഞാൻ എടുത്ത സെപ്പറേറ്റ് മേടിച്ചതാട്ടോ. അത് സെപ്പറേറ്റ് കുറെ ജ്വല്ലറീസ് ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ അവിടെ ഒരു സ്ട്രീറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ കടയുടെ പുറത്ത് ഓണം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെറുതെ ഇങ്ങനെ കൊറേ ഹാങ് ചെയ്തിട്ടുണ്ട്. കോൺവെന്റ് റോഡില, ഈ ഗുഡ്വില്ലിന്റെ പുറത്ത്, ഗുഡ്വിൽ കോംപ്ലക്സിന്റെ പുറത്ത്. അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു കമ്മല് തന്നെ അതിന്റെ കൂടെ കിട്ടി. അതാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്.
ആ ജിമിക്കിയുടെ പ്രത്യേകത കണ്ടോ? പാലക്ക, മെറൂൺ പാലക്ക ജിമിക്കി. മുകളില് പാലക്ക അല്ലേ? അതെ 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 അതെ, അതാണ് അതിന്റെ പ്രത്യേകത. ഇറ്റ്സ് എ വെരി യുണീക് പീസ്. അത് ഇതിന്റെ കൂടെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. വില പറഞ്ഞേരെ. അതിന് 72 രൂപയോ അങ്ങനെ. പക്ഷെ തോന്നൂല അതിലും കൂടുതൽ, നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു അല്ലേ? 72 നല്ലതാ. രൂപയുള്ളൂ. നല്ലതാ. പെട്ടെന്ന് നോക്കിയപ്പോ കിട്ടിയതാ. അപ്പൊ ഈ മാലയുടെ കൂടെ ഇതാണോ? അതെ 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 അതെ. അപ്പൊ നല്ല അടിപൊളിയായിരിക്കും. ഫുള്ള് ട്രഡീഷണൽ വെയർ. തീർന്നിട്ടില്ല, മുല്ലപ്പൂവൊക്കെ വെക്കണ്ട്. അല്ല ഞാൻ പറഞ്ഞതാ, മാലയും കമ്മലും അല്ലേ ഇപ്പൊ കാണിക്കണത്. അതെ. അപ്പൊ ഇതിലേക്ക് ഇടണോ? ബോക്സിലാണോ? ഞാനത് അറേഞ്ച് ചെയ്ത് വെച്ചോളാം. ചുമ്മാ അങ്ങ് വെച്ചേക്കാം. തൽക്കാലം വെറുതെ കവറിലങ്ങ് ഇട്ട് വെച്ചേരാ, അല്ലെങ്കിൽ മുത്തുകളൊക്കെ ചിലപ്പോ പോവും. ശരിയാ. കോസ്റ്റ് അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി അത് കിട്ടിക്കഴിഞ്ഞപ്പോ. കാരണം ഇറ്റ്സ് എ വെരി, എൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ കിട്ടി. ഞാനത് കിട്ടുന്നവരെ തപ്പും. പെട്ടെന്ന് കിട്ടിയാൽ അപ്പം തന്നെ ഷോപ്പിംഗ് അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ കിട്ടുന്നവരെ തപ്പും. അത് പൊട്ടിച്ചോ. ബ്ലൂവിന്റെ കൂടെ ഇടാനായിരിക്കും. ഈ വളകൾ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്. അത് ഗ്ലാസ് ബാംഗിൾസ് എന്നാ പറയണേ. ഒരു വ്യൂവർ നമ്മളോട് പറഞ്ഞു റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് എന്നാ പറയണേന്ന്. ചിലപ്പോ ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് ഈ വള. ഇതാ ബ്ലൂ ഷോൾ അല്ലേ? അപ്പൊ ബ്ലൂ കൈ നിറച്ച് വളകള്. പിന്നെ കയ്യിൽ വേറെ കുറച്ച് ഇതിന്റെ ഇടയിലിടാനും ബോർഡറിൽ ഇടാനും ഉള്ള വളകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ പെയർ ചെയ്തിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പൊ കൈ നിറയെ ആവും. നല്ല രസമല്ലേ ഇത്? ഗ്ലാസ് ബാംഗിളാ, പക്ഷെ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴേ അതിന്റെ ഫുൾ ലുക്ക് കിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ കല്യാണത്തിനില്ലേ സ്വർണത്തിന്റെ വളകൾ ഇങ്ങനെ ചെറുവളകൾ ഇടും ഒരു കയ്യേല, എന്നിട്ട് അപ്പറേ ഇപ്പറേയും ഒരേ തടവള. എപ്പോഴും എൻ്റെ ബാങ്കിൽ ഇരിപ്പുണ്ട് ആ തടവള. നല്ല തടവളയാ. തടവള വലുത്, രണ്ട് വശത്തും ഓരോന്ന് ഇട്ടേച്ച് കുഞ്ഞ് ഇത് മുഴുവൻ ഇവിടെ ഇടും. അല്ല പിന്നെ ഈ കയ്യിൽ വീതിയുള്ള ഒരു വള. അങ്ങനെയൊക്കെ അന്നത്തെ ട്രെൻഡ്. വാച്ച് കിട്ടൂല ഈ വളയ്ക്ക്. പക്ഷെ വിലയുണ്ട് കേട്ടോ. ഒരു സെറ്റ്, അതായത് 6 സെറ്റിന് 108 രൂപയാ. അത്രയുണ്ടല്ലേ? 6 സെറ്റിനല്ല, 6 എണ്ണത്തിന്. കുറഞ്ഞ മോഡൽ ഞാൻ നോക്കിയെങ്കിലും ആ കളർ കറക്റ്റ് ആയില്ല എനിക്ക്. അപ്പൊ ഞാൻ ഷോള് കൊണ്ടുപോയി മാച്ചിങ് വെച്ച് നോക്കി എടുത്തേ. അപ്പൊ ഇത് 1 ഡസൻ ഉണ്ടല്ലോ. 1 ഡസൻ എടുത്തു. എന്നിട്ട് ഞാൻ, അല്ലെങ്കിൽ ആ കളർ കിട്ടൂല, അങ്ങനെ മാച്ചിങ് വെച്ച് നോക്കി എടുത്ത്. ഞാനിവിടെ സ്ഥിരം പോണായിരുന്നു. ഇപ്പൊ ഒരു ചേച്ചി ഉണ്ട് എനിക്ക് അവിടെ, എല്ലാം എടുത്തു തരാം. എന്നെ കാണുമ്പോ തന്നെ വരും, വന്നല്ലോ. കുറച്ച് കൊണ്ടുപോകൂല സംഭവം. അത് പൊട്ടിച്ചോ. അടുത്തത് ചുമ്മാ ഇങ്ങ് പൊട്ടിച്ചോ. എന്തായാലും അത് പെട്ടിക്കകത്താക്കാനുള്ളതാ. ഇനി ആ ബോക്സിന് വലിയ റിലവൻസ് ഇല്ല. എടുത്തോട്ടെ. എടുത്തോ. അത് എന്റെ പഴയതാണ്, പ്ലെയിൻ ബാംഗിൾസ്. ഈ കയ്യിലിരിക്കണത് പുതിയതാ. അത് ഗുങ്കുരു വള. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു കേട്ടോ. അത് മീഷോയിൽ നിന്ന് മേടിച്ചതാ. ആണോ? നല്ല ക്വാളിറ്റി ഫീൽ ചെയ്ത വളകളാണ്. അതെന്താന്ന് വെച്ചാൽ ഓണം അറ്റയറിന്റെ കൂടെ ഇത്തവണ ഞാൻ സിൽവർ ആണ് പെയർ ചെയ്യാൻ പോണേ, ഗോൾഡ് അല്ല. നേരെ ഇതിന്റെ അതിന്റെ ഒപ്പം ഇടാനായിട്ട് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം എടുത്തോളന്നുള്ളൂ. അമ്മയ്ക്ക് കേറും. എനിക്ക് ലൂസാ. അല്ല, അത്രയും വേണം എനിക്ക്. വേണോ? എനിക്ക് അത്രയും വേണം. 2.10 അത്. എനിക്ക് തോന്നുന്ന കൈ ഒതുങ്ങൂലായിരിക്കും. ഇല്ല, എനിക്ക് അത്രയും വേണം. അപ്പയുടെ കൈ അതാ. പക്ഷെ എന്റെ കൈ കണ്ടാ പറയൂല. ഇതെന്താ വെച്ചാ ബോർഡറിൽ ഇടാനാ. തടവള പോലെ നടുക്ക് മറ്റേ പ്ലെയിൻ വള. മനസ്സിലായി. എന്നിട്ട് 2 അരികിലും അപ്പുറം. അതിനാണ് ഞങ്ങളുടെ കാലത്ത് പറയുന്ന തടവള. അത് ഈ ഓണത്തിന് ഇത്തവണ ഞാൻ ഓണം മറ്റേറിന്റെ കൂടെ സിൽവർ ആണ് പെയർ ചെയ്യാൻ പോണേ. അപ്പൊ അതിന് മാച്ച്. അതെ അതെ, മാച്ച് ആയിട്ട് മേടിച്ചാണ്. ഇതൊക്കെയാണ് എന്റെ മീഷോയാണോ? അത് മീഷോയാ. ഇതൊക്കെയാണ് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസസ്. ഇനി ഓണത്തിന് പർച്ചേസ് ഒന്നും ഇല്ല. ഇതോടുകൂടി പർച്ചേസുകൾ ഒഫീഷ്യലി വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. ഇനി പർച്ചേസ് ചെയ്യണ്ട, കാരണം 1 മാസത്തെ സാലറി ഇപ്പൊ പോയി കിട്ടിയിട്ടുണ്ട്. മൊത്തം ഡ്രസ്സിങ്ങും ഇതും എല്ലാമായിട്ട്. അതെ അതെ അതെ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ഇത് നല്ലതാ. കശവ് മാല നല്ലതാ. ജിമിക്കി കമ്മല് നല്ലതാ. വളവിന് ആ ബ്ലൂ ആ കൂടുതൽ ഇഷ്ടം. ഇതിലും ഇഷ്ടം. ഇതിൻ്റെതായ പ്രത്യേകത ഇതിനുണ്ടാവും. ബ്ലൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. നല്ലതാ.
ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഈ ഗ്ലാസ് ബാംഗിൾസ് കണ്ടോ, ഇത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് 2 രീതിയിൽ വെയർ ചെയ്യാമെന്ന് ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഇടുക, അതിനൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് ഉണ്ട് അല്ലേ, അതങ്ങനെ ഇടാം. അതല്ല കുറച്ചും കൂടി ഒരു ആർഭാടം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ഗോൾഡൻ പ്ലെയിൻ ബാംഗിൾസ് ഇരിപ്പുണ്ട് കേട്ടോ, ഇതാണിത്. പിന്നെ അതുപോലെ തന്നെ ബോർഡറിൽ ഇടാനായിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പേൾ മുത്തുകൾ പതിപ്പിച്ചിട്ടുള്ള 2 വള ഇരിപ്പുണ്ട്. പിന്നെ അതേ കുറച്ച് ഗ്രാൻഡായിട്ടുള്ള കുന്തൻ സ്റ്റോൺസ് എന്ന് അതിന് പറയണേന്ന് എനിക്ക് തോന്നുന്നു, ജിമിക്കൊക്കെ തൂങ്ങി കിടക്കുന്ന ടൈപ്പ്. ഇതൊരൊറ്റ വള എൻ്റെ കയ്യിലുള്ളൂ. ഇത് 180 രൂപ ആയതുകൊണ്ട് ഒരെണ്ണേ ഞാനന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം എന്തോ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് സെറ്റാക്കി നോക്കാവേ. ഇതേ കണ്ടോ, സെറ്റാക്കി കഴിഞ്ഞപ്പോൾ എന്തൊരു ഗ്രാൻഡ് ലുക്കാന്ന് നോക്കി. നമ്മളിപ്പോൾ ഒരു വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് നമുക്ക് ആ ഒരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കായിട്ടൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്കായിരിക്കും. നമ്മുടെ കയ്യിലേക്ക് മാത്രമായിരിക്കും എല്ലാവരുടെ അറ്റൻഷൻ ആദ്യം പോവുക കേട്ടോ. നല്ല രസമായിരിക്കും. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഇതിങ്ങനെ തിളങ്ങി നിൽക്കും, അതിൻ്റെ ജിമുക്കയൊക്കെ. ഞാൻ എടുത്ത പല ഫോട്ടോസിലും നല്ല രസമായിട്ട് അതിങ്ങനെ എടുത്ത് നിൽക്കണേ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സെറ്റ് ഓഫ് ഗോൾഡൻ ബാംഗിൾസ് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഈ പല കളർ വളകളും നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും അതിന് പറ്റിയ ബോർഡർ വളകൾ മേടിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് സെറ്റ് ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, ആ ബോർഡർ വളകളും. പിന്നെ അതുപോലെ പ്ലെയിൻ ബാംഗിൾസും. പിന്നെ നമ്മുടെ എവർ ട്രെൻഡിങ്, ഈ സീസണിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ലോട്ടസ് മാലയാണ്. ആദ്യം ഞാൻ മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഓർത്തു നമ്മുടെ ആക്ട്രസ് മഞ്ജു വാര്യർ ഇട്ട് ഹിറ്റാക്കിയിട്ടുള്ള അതേ പാറ്റേണിലുള്ള ലോട്ടസ് മാലയാണ് ഞാൻ വാങ്ങിയത്. പല മോഡൽസ് ഞാൻ തപ്പിയെങ്കിലും പിന്നെ ഞാൻ ഓർത്തു ആ മാലയാണല്ലോ ഹിറ്റായത്, അത്രയും സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഹിറ്റായത്, അതുകൊണ്ട് അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ലേറ്റായിട്ടാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് കുറച്ച് വൈകിട്ടോ കിട്ടിയപ്പോഴത്തേനും. മീഷോയിൽ നിന്നാണേ. പിങ്ക് ഭയങ്കര കോമൺ ആയതുകൊണ്ട് ഞാൻ ബ്ലൂ ആണ് എടുത്തത്. ഇനി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓണം ഡ്രസ്സിലൊക്കെ കാണാം കേട്ടോ. നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട് കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതുകൊണ്ട് പിന്നെ റിട്ടേൺ ഒന്നും ചെയ്തില്ല, ഞാൻ കീപ്പ് ചെയ്തു. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഷോപ്പിംഗ് വീഡിയോയിലാണോ പറഞ്ഞേ, അപ്പോൾ ഇങ്ങനെ കുപ്പി വളകളുടെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലുള്ള വളയും മാലയൊക്കെ എനിക്ക് മേടിച്ച് തന്നെ എൻ്റെ ഇളയ കൊച്ചപ്പൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, നോബിയുടെ പപ്പ. അതായത് ഇപ്പോൾ റോമ്പള്ളി പെരുന്നാളിന് പോകുമ്പോൾ ഇങ്ങനെ മുത്തുമാല, കൂടുതലും വളകളാണ് എനിക്കിഷ്ടം. അപ്പോൾ വളകൾ മേടിച്ച് തരും. കോട്ടപ്പടിയിലെ അമ്മായിയുടെ ഇച്ചാച്ചനും വളകൾ മേടിച്ച് തരാറുണ്ടായിരുന്നു അവിടെ താമസിക്കാൻ പോകുമ്പോൾ കേട്ടോ. ഇച്ചാച്ചൻ മരിച്ചു പോയി. ഇപ്പം ഇളയ കൊച്ചപ്പൻ മേടിച്ച് തന്ന ഡ്രസ്സിന് ചേരണ രീതിയിലുള്ള കുപ്പിവളകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ കുപ്പിവള ഞാൻ ഇടാതെ കാലമായി കഴിഞ്ഞപ്പം മകൾക്ക് കൈമാറിയെന്നും പറഞ്ഞു. അവളത് റൂമിലെ ബർത്തിലെ ഷെൽഫിൽ ചുമ്മാ ഇങ്ങനെ ഒരു കവറിലിട്ട് ഡപ്പയിലാണ്ടിട്ടാ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൾ ഉടനെ പറഞ്ഞു അമ്മ എൻ്റെ കയ്യിൽ അത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു സബ്സ്ക്രൈബർ അല്ലേ പറഞ്ഞു, ചാച്ചൻ മേടിച്ചെന്ന് വളയൊന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചാൽ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗംഭീര കേമപ്പെട്ട വലിയ സ്റ്റൈലൊന്നും അല്ല. അന്നത്തെ കാലത്ത് ഒരു 45 വർഷം മുമ്പുള്ള വളയായതാണ് അത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അന്നത്തെ കാലത്ത് അത് പ്രതാപ. പിറവംപള്ളി പെരുന്നാളിൻ്റെ ദനഹാ പെരുന്നാളിന്, പിറവംപള്ളിയിലെ ദനഹാ പെരുന്നാളിന് അത് ഫേമസാണ്. ജനുവരി 5, 6 അവിടെ എല്ലാ പള്ളികളിലും ആചരിക്കുന്നുണ്ട് ദനഹാ പെരുന്നാൾ. പക്ഷേ പിറവം പള്ളിയിൽ, ഞങ്ങളുടെ ആ പരിസരത്ത് ഉള്ള പള്ളികളിൽ വെച്ച് പിറവം പള്ളിയിൽ ദനഹാ പെരുന്നാളാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ആ പെരുന്നാളിന് മേടിച്ചു തന്ന വളയാണ് ഇപ്പോഴും ഞാൻ മെമ്മറീസിൽ വെച്ചിരിക്കുന്നത്, സൂക്ഷിച്ച്. ഇപ്പം മകളുടെ കസ്റ്റഡിയിലേ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടാറില്ല എന്ന്. അപ്പം ഞാൻ കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, കാണിക്കട്ടെ. ഞാനിത് കവറിലൊന്നും അല്ലാട്ടോ ഇട്ട് വെച്ചിരുന്നത്. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് പോരുമ്പോൾ ഈ കുറച്ച് പുട്ടിയൊക്കെ ഇടാനും മുഖത്തൊക്കെ പുട്ടിയിടുന്ന സാധനങ്ങളൊക്കെ എനിക്ക് വന്നുണ്ടായിരുന്നു, പൊട്ടുകളൊക്കെ ഉൾപ്പെടെ. അപ്പോൾ അതൊക്കെ ഇടാനായിട്ട് ഒരു പച്ച നിറത്തിലുള്ളൊരു ബോക്സാണ് ഞാൻ മേടിച്ചിരുന്നത് പിറവത്തുനിന്ന്. ആ ബോക്സിലിട്ട് ഈ വളയും വെച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇവക്ക് കൈമാറി ഇപ്പം ബോക്സൊന്നും ഇവക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇവക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് പുതിയ പുതിയ രീതിയിലുള്ള ബോക്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവളിതേ അത് സൂക്ഷിച്ച് ഇങ്ങനത്തെ ഒരു കവറിലാക്കി അവളുടെ ബർത്ത് ഷെൽഫിലാണ് അവൾ പറഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എടുത്തുകൊണ്ട് തന്നെ അമ്മയൊന്ന് കാണിച്ചേക്കാൻ പറഞ്ഞു. ഇച്ചാച്ചൻ മേടിച്ചു തന്ന വള. അപ്പോൾ ഇച്ചാച്ചനും ഈ വീഡിയോ കാണാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ മിക്കവാറും ഒക്കെ ഇച്ചാച്ചനും കാണാറുണ്ട്. ഇപ്പം 82 ഇയേഴ്സായി. കുഴപ്പമൊന്നുമില്ല. ഇച്ചിരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രായത്തിൻ്റെതായി. നിങ്ങൾ വീഡിയോയിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. കർഷകനാണെന്നും പറഞ്ഞ് ഞാൻ കാണിച്ചു തരാറില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട് എടുക്കാം. 1-2 എണ്ണം പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇത്രയും വർഷമായില്ലേ. ദേ നീ വന്നേ കാണിച്ച് സൂം ചെയ്ത് കൊടുത്തേ. ഇതൊക്കെ പൊട്ടി ചിന്നൽ വീണേക്കണതേ. ഇത്രയും നാളായില്ലേ നേരം. ഇത് ഞാൻ കോലഞ്ചേരി കോളേജിലൊക്കെ
സാരി ഉടുത്ത് നടക്കണ ഡിഗ്രി കാലഘട്ടങ്ങളിൽ ഈ സാരിയുടെ ബ്ലൗസിൻ്റെ കളറിനനുസരിച്ച് മാറിയിടുമായിരുന്നു. പച്ച ഉണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ വേറെ റോയൽ ബ്ലൂ ഉണ്ടായിരുന്നു. അത് രണ്ടും പൊട്ടിപ്പോയി, ഫുള്ളായിട്ട് പൊട്ടിപ്പോയി. പിന്നെ ദേ അന്നത്തെ മാനുഫാക്ചറിങ് ഒന്നും അത്ര ഇതല്ലല്ലോ. ദേ ഇത്രയും കാലം നിന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാറില്ല. നീ കുറച്ച് നാൾ ഇട്ടു എന്ന് തോന്നണം ഇടയ്ക്ക് സാൽവാറൊക്കെ ട്രെൻഡ് അല്ല ഞാൻ പറഞ്ഞത്. അതെ ഈ നീല ഉണ്ട്, റോയൽ ബ്ലൂ പൊട്ടി, പിന്നെ ഇങ്ങനെ ഒലിവ് ഗ്രീൻ ഉണ്ടായിരുന്നു, അതും പൊട്ടി. ദേ 2 ഇത് പൊട്ടി ഇരിക്കുവാണ്. 3 ചിന്നൽ വീണിട്ടേ ഉള്ളൂ. ബ്ലാക്ക് വൈറ്റ് എല്ലാം കുപ്പിവളകളാട്ടോ. അതെ എല്ലാം കുപ്പിവളകളാ. അതെ പിന്നെ വേറെ 2 ഉണ്ട്. അത് ഇത് ഇച്ചാച്ചൻ മേടിച്ച് തന്നതല്ല, ഇത് ഞാൻ സ്വയം മേടിച്ച് കയ്യിലിട്ടുകൊണ്ടുവന്ന വളകളാണ്. ചാച്ചൻ തടിവള ചാച്ചൻ മേടിച്ചതല്ല കേട്ടോ. ചാച്ചൻ മേടിച്ചത് 4 ഇപ്പൊ കയ്യിലുള്ളൂ, 2 ബ്രേക്കായി പോയി. അപ്പൊ അതെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് കാണിച്ചതാ. അപ്പൊ ഇതെല്ലാം എൻ്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസാ, ബാല്യകാലം. പിന്നെ ഞങ്ങൾക്ക് ഇച്ചാച്ചനും കുഞ്ഞമ്മ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ല അമ്മച്ചി മരിച്ചു പോയത് കൊണ്ട് ഇങ്ങനെ അപ്പച്ചൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൊണ്ടുപോകാറും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇച്ചാച്ചനും കുഞ്ഞമ്മ എവിടെ പോകുമ്പോഴും ഞങ്ങളെ കൊണ്ടുപോകും, ഞങ്ങളെ 2 പേരെയും. പിന്നെ കൊണ്ടു നടന്നുകൊണ്ടിരുന്ന കോട്ടപ്പടിയിലെ അമ്മായിയാ കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുഞ്ഞുമാരുടെ കൂടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ചാച്ചൻ്റെ കുഞ്ഞുമാരുടെ ഒരു പള്ളികളിലൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അന്നത്തെ കാലഘട്ടം അതാകട്ടെ. ഇത് അമ്മ മേടിച്ച വളയായിരുന്നു, ചാച്ചൻ്റെ വളയല്ല. അതെ